വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കറണ്ട് അഫേഴ്സ്. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നോക്കാൻ പോകുന്നത് വെച്ചാൽ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ മേധാവികളും. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഏത് പരീക്ഷ എഴുതിയാലും ഇതിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പാണ്. കാരണം ഇതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വീഡിയോകൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ അല്ലെങ്കിൽ നോട്ടിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് കമൻറ്റിൽ ഇടുക. ഞാൻ ഉറപ്പായിട്ട് തന്നെ റിപ്ലൈ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വൺസ് അഗെയിൻ ഐ എം വെൽക്കം ടു എവ്രി വൺ ദ ലേൺ വിത്ത് ബിനു. സോ ഗോയ്സ്, നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് രാഷ്ട്രപതി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതി ആരാണ്. നമ്മളെ 15ാമത് രാഷ്ട്രപതി എന്ന് പറയുന്നത് ദ്രൗപദി മുർമുവാണ്. നമ്മുടെ 15ാമത് രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമുവാണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. ഇന്ത്യയിലെ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി കാര്യം ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ശ്രീ നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ നിലവിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നരേന്ദ്രമോദി. ദെൻ അടുത്തതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് നിലവിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? നിലവിൽ ജസ്റ്റിസ് സൂര്യകാന്താണ്. എത്രാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്? 53ാമത്. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത്. ദെൻ ലോക്സഭാ സ്പീക്കറാണ്. ഇന്ത്യയുടെ 18ാമത് ലോക്സഭാ സ്പീക്കറാണ് നമ്മുടെ ഓം ബിർള. ഇന്ത്യയുടെ 18ാമത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ദെൻ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ എന്താണ്? നിലവിൽ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. 2019 മുതൽ വേക്കൻ്റായിട്ട് കിടക്കുന്ന ഒരു പോസ്റ്റാണ് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. 2019 മുതൽ ഈ വേക്കൻ്റായിട്ടാണ് കിടക്കുന്നത്. ഇലക്ഷനും കാര്യങ്ങളും ഒന്നും ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല. ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് നടത്തിയിട്ടില്ല. ദെൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? അത് നമ്മുടെ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. അപ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ ആരായിരിക്കും? അത് നമ്മുടെ ഉപരാഷ്ട്രപതി, 15ാമത് ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണനാണ് നിലവിലെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? അത് ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ദെൻ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാറാണ്. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാർ. എത്രാമതാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. ദെൻ അടുത്തതായിട്ട് വരുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 CAG കുറിച്ചാണ്. ആർട്ടിക്കിൾ 148 കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 148. നിലവിൽ ഇന്ത്യയുടെ എത്രാമത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് സഞ്ജയ് മൂർത്തി എന്ന് ചോദിച്ചാൽ സഞ്ജയ് മൂർത്തി 15ാമത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. നിലവിൽ ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞാൽ സഞ്ജയ് മൂർത്തിയാണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ അജയ് കുമാറാണ്. നിലവിൽ ഇന്ത്യയുടെ UPSC ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അറ്റോർണി ജനറൽ ആരാണ്? വെങ്കിട്ട രമണിയാണ്. നിലവിൽ ഇന്ത്യയുടെ 16ാമത് അറ്റോർണി ജനറലാണ് വെങ്കിട്ട രമണി എന്ന് പറയുന്നത്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ വെങ്കിട്ട രമണിയാണ്. ദെൻ 23ാമത് ഇന്ത്യയുടെ 23ാമത് സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ 23ാമത് സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ 23ാമത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ദെൻ അടുത്തായിട്ട് വരുന്നത് RBI ഗവർണറാണ്. നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBI ഗവർണർ. എത്രാമത് ഗവർണറാണ്? RBIയുടെ 26ാമത് ഗവർണറാണ് നമ്മുടെ സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്ന RBIയുടെ 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ദെൻ നിലവിലെ ലോക്പാൽ ആരാണ്? ജസ്റ്റിസ് അജയ് മണിക്റാവു ഖാൻവിൽക്കറാണ്. നിലവിലെ ഇന്ത്യയുടെ എത്രാമത് ലോക്പാലാണ്? അജയ് മണിക്റാവു ഖാൻവിൽക്കർ എന്ന് പറയുന്നത് മൂന്നാമത് ലോക്പാലാണ്. ഇന്ത്യയുടെ 3ാമത് ലോക്പാലാണ് അജയ് മണിക്റാവു ഖാൻവിൽക്കറാണ്. അപ്പോൾ ഞാൻ ഈ
ഈ പറയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് അത് റീകോൾ ചെയ്ത് നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇത് അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഇതെന്താണ് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അത് ഓർമ്മയിലിരിക്കുന്നതാണ്. ഇത് നോർമലി ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ കമ്മീഷൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറലൊക്കെ അത് അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റേഷനാണ് എന്താണ് അത് ഓർത്തെടുക്കാനുള്ളത്. നിങ്ങൾക്ക് എക്സാമുകളിലൊക്കെ അത് ഓർത്തെടുക്കാനുള്ളത്. റിപ്പീറ്റേഷൻ ചെയ്യുക, വീണ്ടും വീണ്ടും അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വായിക്കുക. ഇതാണ് ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഷുവറാണ് വരുന്ന എക്സാമിനും അല്ലെങ്കിൽ വരുന്ന എക്സാമിന് 1 മാർക്ക് ഉറപ്പായിട്ടും ഈ നോട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ദെൻ അടുത്തായിട്ട് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാനാണ് ആരാണ്? കിഷോർ മക്വാനയാണ് നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കിഷോർ മക്വാനയാണ്. അത് നമുക്കറിയാം ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് അടുത്തത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് ശ്രീ അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് അന്തർ സിംഗ് ആര്യയാണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ്. അതിന് മുമ്പ് നടന്ന കുറച്ച് എക്സാമിന് ഒരു മാസം മുമ്പ് നടന്ന ഒരു എക്സാമിന് ചോദിച്ചുള്ളൂ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനാണ് ആരാണ്? വിജയ് കിഷോർ രഗത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് വിജയ് കിഷോർ രഗത്കർ ആണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് ദേശീയ കമ്മീഷൻ ഏതാണ്? പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്? അത് സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ് നിലവിലെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ സ്വാതി നിരഞ്ജൻ ജ്യോതിയാണ്. ദെൻ അടുത്തായിട്ട് വരുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷനാണ്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് ശ്രീ വലേറ്റി പ്രേംചന്ദാണ് നിലവിലെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ദെൻ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനാണ്. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ രാജ്കുമാർ ഗോയലാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദെൻ അടുത്തതായിട്ട് വരുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ചെയർമാനാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് അല്ലെങ്കിൽ ചെയർമാനാണ്. ശേഷം വരുന്നത് എനിക്ക് തോന്നുന്നു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ഇത്ര നാളെന്ന് വേക്കൻ്റ് ആയിരുന്നു. ഒരു 2-3 ദിവസം മുമ്പാണ് ഗവൺമെൻറ് പുതിയ ഒരു ചെയർപേഴ്സണെ നിയമിക്കുന്നത്. ചെയർപേഴ്സണും ആൻഡ് ദെൻ വൈസ് ചെയർപേഴ്സണും ആൻഡ് അംഗങ്ങളെയൊക്കെ കുറച്ച് കാര്യങ്ങളെയൊക്കെ നിയമിക്കുന്നത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങളെന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ നമുക്കിവിടെ തന്നെ ഉണ്ട് ഹർജിത് സിംഗ് ഗ്രവാളിനെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിലവിൽ നിയമിച്ചിരിക്കുന്നത്. ദെൻ നിങ്ങൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക ആരാണെന്ന്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ എൻ്റെ വൈസ് ചെയർപേഴ്സൺ ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. നിലവിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഹർജിത് സിംഗ് ഗ്രവാളിനെയാണ് നിലവിലെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 2 ദിവസം 18-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതിയാണ് ഗവൺമെൻറ് പുതിയ നിയമം നടത്തിയത്. അപ്പോൾ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നതാണ് ഹർജിത് സിംഗ് ഗ്രവാളാണ്. ദെൻ 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് അരവിന്ദ് പനഗിരിയാണ്. നിലവിലെ 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗിരിയ. ദെൻ GST കൗൺസിൽ ചെയർമാൻ നിലവിലെ GST കൗൺസിൽ ചെയർമാൻ നിർമ്മല സീതാരാമൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിൻ്റെ ചെയർമാനാണ് TCA കല്യാണി. എത്രാമതാണ്? 29ാമത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് TCA കല്യാണി. സോ ഗായ്സ് ഇത്രയേ ഉള്ളൂ. ഇതെന്താണ് ഇതിൽ നിന്ന് എന്തായാലും ഉറപ്പായിട്ടും ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് ഉറപ്പായിട്ടും 1 മാർക്ക് കിട്ടാൻ ചാൻസുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ടും കണ്ടുമുട്ടാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച് ഗായ്സ്.